സിദ്ധാർത്ഥ് എന്തിനാണ് റൂമിലേക്ക് വന്നത്, എന്തിനാണ് തന്നോട് ഇങ്ങനെ പെരുമാറിയതെന്നൊന്നും മനസ്സിലാവാതെ ഗൗരി ബെഡിലിരുന്നു. ഇതേ സമയം ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് സിദ്ധാർത്ഥ് വീര്യം കൂടിയ വൈൻ കുടിക്കുകയായിരുന്നു. അവൻ്റെ ഓർമ്മയിൽ പല ശബ്ദങ്ങളും മിന്നിമറഞ്ഞു. ഒരു ഗന്ധം അവനെ മത്തുപിടിപ്പിക്കുന്നത് പോലെ അവന് തോന്നി. ആ ഗന്ധത്തിൻ്റെ ഉടമ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. എന്നിരുന്നാലും അവനെ ആ മണം മനം മയക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥ് അവനെ കോൾ ചെയ്ത് വരാൻ പറഞ്ഞു. രാത്രി ഏറെ വൈകിയത് കൊണ്ട് തന്നെ അവൻ ആദ്യം വരില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നെ വരാമെന്ന് പറഞ്ഞു. ഏതാനും മിനിറ്റുകൾ കൊണ്ട് അവൻ സിദ്ധാർത്ഥിന്റെ ബാൽക്കണിയിലെത്തി. എന്താണ് മോനെ, ഈ വൈൻ കുടിക്കാനാണോ എന്നെ വിളിച്ചത്? സോറി ആളിയ, എനിക്ക് ഒരു മൂഡില്ല. ഡാ, ഞാൻ നിന്നെ ഈ വൈൻ കുടിച്ച് അർമാദിക്കാൻ വിളിച്ചതല്ല. പിന്നെ ടേബിളിലിരുന്ന നട്ട്സ് വായിലേക്ക് ഇട്ടുകൊണ്ട് അവൻ ചോദിച്ചു. ഡാ ഗൗരി, അവളെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ. എന്തുപോലെ അറിയില്ലടാ, എനിക്ക് എന്തോ പോലെ, അവളെ പരിചയമുള്ള ഒരു ഫീല്. ഓഹോഹോ, എടാ മോനെ, ഇത് വേറെ ഒന്നുമല്ല, ഇതാണ് പ്രണയം. വാട്ട്? വാട്ടാനും വഴറ്റാനും ഒന്നുമില്ല, പ്രണയം. നിനക്ക് അവളോട് പ്രണയമാണെന്ന്. ദേ അമൻ, ഞാൻ പ്രണയത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. അവളെ എനിക്ക് മുമ്പ് പരിചയമുള്ളത് പോലെ. എന്ത് പരിചയം? നീ മുന്നേ ഗൗരിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാളിയ പരിചയം? അമൻ, എനിക്ക് തോന്നുന്നു അവളാണ് ആ പെണ്ണെന്ന്. ഏത് പെണ്ണ്? അമൻ ഒരു ഞെട്ടലോടെ സിദ്ധാർത്ഥിനെ നോക്കി ചോദിച്ചു. എൻ്റെ കൂടെ ആ രാത്രി ഉണ്ടായിരുന്ന ആ പെൺകുട്ടി. ഇത് പോയടാപ്പാ, പിന്നെ നിനക്ക് ഭ്രാന്താണ്. അവളെ പോലൊരു പെൺകുട്ടിക്ക് സ്വപ്നത്തിൽ പോലും അത്രയും വലിയൊരു ഹോട്ടലിൽ വരാൻ പറ്റില്ല. അവിടെ ലക്ഷങ്ങളാണ് റൂമിന്റെ റേറ്റ്. അല്ല, ഞാൻ ആരോടാ പറയുന്നത്? നിനക്കറിയാലോ, നിനക്ക് അവിടെ ഒരു റൂം ഉള്ളതല്ലേ? എൻ്റെ സിദ്ധാർത്ഥ്, ഇത് നമുക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. നീ ഇങ്ങനെ സംശയിച്ച് നാട്ടുകാരെ അറിയിക്കേണ്ട. ഇല്ലടാ, അത് ഗൗരി തന്നെയാണ്. കാരണം എത്ര മദ്യപിച്ചു എന്ന് പറഞ്ഞാലും അവളിൽ നിന്നും ഒരു മത്തുപിടിപ്പിക്കുന്ന മണം ഞാൻ അനുഭവിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പതാ ഗൗരി അടുത്ത് വരുമ്പോൾ എല്ലാം എനിക്ക് ആ സ്മെല്ല് അനുഭവിക്കാൻ പറ്റും. പിന്നെ ഇടയ്ക്കുള്ള അവളുടെ ശബ്ദം, എല്ലാം കൊണ്ടും അവൾ തന്നെയാണ് ഹോട്ടലിൽ ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് ഉറപ്പാണ്. ശരി സിദ്, ഇനി അവൾ തന്നെ ആവട്ടെ. നീ എന്തു ചെയ്യും? അവളെ സ്വീകരിക്കുമോ? അതിന് സിദ്ധാർത്ഥിന്റെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ്, അന്നത്തെ കാര്യങ്ങൾ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് ആ പെൺകുട്ടി മദ്യലഹരിയിലായിരുന്നു. അതുകൊണ്ട് അവൾക്ക് നിന്നെയും ഓർമ്മ കാണില്ല. അതുകൊണ്ട് നീയായിട്ട് ആരെയും അറിയിക്കേണ്ട. ഇനി അത് ഗൗരി ആണെങ്കിൽ തന്നെ നീ അവളെ സ്വീകരിക്കില്ലല്ലോ. അല്ല, അനന്യെ പറ്റി അന്വേഷിച്ചോ? പെട്ടെന്നുള്ള സിദ്ധാർത്ഥിന്റെ ആ ചോദ്യം അവനെ ദേഷ്യം കൊള്ളിച്ചു. എൻ്റെ സിദ്ധാർത്ഥ്, നിന്നെ ഇട്ടിട്ട് പോയവളെ പറ്റിയാണോ ഇപ്പോഴും നീ ചിന്തിക്കുന്നത്? നോക്ക്, അവളേക്കാൾ എത്രയോ നല്ലൊരു പെൺകുട്ടിയാണ് ഗൗരി. പോരാത്തതിന് നീ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു രാത്രി നിങ്ങൾ എല്ലാം കൊണ്ടും ഒന്നിച്ചവരുമാണ്. പിന്നെ എന്തുകൊണ്ട് നിനക്ക് ഗൗരിയെ സ്വീകരിച്ചുകൂടാ? നീ എന്തായി പറയുന്നത്? ഗൗരിയെ സ്വീകരിക്കാനോ? ഒരിക്കലുമില്ല. ഈ പെണ്ണുങ്ങൾക്ക് പണം മാത്രമാണ് വേണ്ടത്, പണം മാത്രം. സ്നേഹമൊന്നും അവർ അർഹിക്കുന്നില്ല. നീ അനന്യെ വെച്ച് ഗൗരി അളക്കരുത്. അവൾ അങ്ങനെയല്ല. കാണാം കാണാം. ഇരുവരും ഒരു ബെറ്റിലെത്തി നിന്നു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് ഇറങ്ങി. ഗൗരി 11 മണിയോടെ ഹോട്ടൽ ബ്ലൂട്ടിയിലെത്തി. ആരെയോ കാത്തിരിക്കാൻ തുടങ്ങി. മറ്റാരുമല്ലത് അമൻ തന്നെയായിരുന്നു. പതിവ് ദേഷ്യം തന്നെ. ആനനെ പറ്റി അറിയുക, എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥിനെ അവളെ കടത്തി നൽകി ഹാപ്പിയാക്കുക. പെട്ടെന്നാണ് അവൾക്ക് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ആ ശബ്ദം വളരെ പരിചിതമായിരുന്നു. അതും അവളുടെ തൊട്ട് പിന്നിൽ നിന്ന് തന്നെ. ഗൗരി. അവൾ കണ്ണുകൾ വിടർത്തി തിരിഞ്ഞു നോക്കി. അത് മറ്റാരുമല്ല, കിരൺ ആയിരുന്നു. അവനെ കണ്ടതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. ഗൗരി, നീ എവിടെ? എന്നെ കാണാൻ വന്നതാണോ? നിന്നെ കാണാനോ? നീ ആരാ അതിന്? അവളിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കിരൺ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പൂച്ചക്കുട്ടിയെ പോലെ മിണ്ടാതിരുന്നാൽ ഗൗരിയാണോ ഇതെന്ന് ഒരു നിമിഷം കിരൺ ചിന്തിച്ചു പോയി. അവൾക്ക് മുന്നിലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് കിരൺ അവളെ തന്നെ നോക്കി. ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ എന്തിനു വേണ്ടി താൻ ചതിച്ചു എന്ന കുറ്റബോധവും ആയിരുന്നു അവന്റെ മനസ്സിൽ മുഴുവൻ. ഗൗരി, എന്തിനാണ് നീ എന്നെ ഇത്രയും വെറുക്കുന്നത്? കിരൺ ഒരു പതർച്ചയിൽ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ചോദിച്ചു. മിസ്റ്റർ കിരൺ, നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി വ്യക്തമായി അറിയാം, എന്നിട്ടും എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഗൗരി, നീ എന്തിനാ ഇങ്ങനെ? ഞാൻ ഒരിക്കലും നിന്നെ വഞ്ചിച്ചിട്ടില്ല. എനിക്ക് ഇപ്പോഴും നിന്നെ ഇഷ്ടമാണ്. എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. ഒന്നറിയാം, ആദ്രയേക്കാൾ ഞാൻ നിന്നെ ഏറെ സ്നേഹിക്കുന്നുണ്ട്. അത് കേട്ടതും ഒരു പുച്ഛം നിറഞ്ഞ ചിരിയാണ് ഗൗരിയിൽ ഉണ്ടായത്. കിരൺ,
നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്, ജീവനേക്കാളേറെ. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നിട്ട് നിങ്ങൾ എന്നെയല്ല സ്നേഹിച്ചത്, എൻ്റെ അച്ഛൻ്റെ പണത്തെയും കെട്ടിപ്പടുത്ത കോടികളുടെ ബിസിനസ് ലോകത്തെയുമാണ്. അതെല്ലാം ഒറ്റ നിമിഷം എനിക്ക് നഷ്ടമായി എന്നറിഞ്ഞതും നിങ്ങൾ എന്നെ വിട്ട് ആതിരയ്ക്ക് പിന്നാലെ പോയി. ഒരിക്കലും നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ പണത്തെയാണ് സ്നേഹിച്ചത്. ആതിരയും നീയും കെട്ടാവുമ്പോഴും എന്നെ മാറ്റി നിർത്തി സംസാരിക്കുമ്പോഴും ഞാൻ അറിഞ്ഞിരുന്നില്ല നീ എന്നെ ചതിക്കുകയാണെന്ന്. അത് പറയുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ മേശയിലേക്ക് പതിഞ്ഞു. ഗൗരി ജീവന് തുല്യം, ഒരു പക്ഷേ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച ആളാണ് കിരൺ. പണവും സമ്പത്തും എല്ലാം തട്ടിയെടുത്ത ആതിരയും വീട്ടുകാരും കിരണിനെയും തട്ടിയെടുക്കാൻ മറന്നില്ല ഗൗരി. കിരൺ വിളിച്ചെങ്കിലും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുക പോലും ചെയ്യാതെ കണ്ണുകൾ താഴ്ത്തി. കണ്ണുനീർ മുഖം മുറുകെ അമർത്തി തുടച്ചു. പെട്ടെന്നാണ് കിരണിൻ്റെയും ഗൗരിയുടെയും ഇടയ്ക്ക് ഒരാൾ വന്നു നിന്നത്. ഗൗരി മാഡം, നിങ്ങൾ ഓക്കെ അല്ലേ? ആചാന ബാഹുവായ ഒരു വ്യക്തിയെ ഗൗരിയോട് ചോദിച്ചു. അവൾ നിറഞ്ഞ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തെ നോക്കി. ഇതിനു മുൻപൊന്നും കാണാത്തൊരു മുഖമായിരുന്നു അദ്ദേഹത്തിന്. കറുത്ത യൂണിഫോമിലായിരുന്നു അദ്ദേഹം. അവളുടെ നോട്ടം കണ്ട് അദ്ദേഹം ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മാഡം, ഞാൻ മാഡത്തിൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ കിരണിനെ ഒന്ന് ചൂഴ്ന്നു നോക്കി. കിരണിൻ്റെ മുഖം താഴ്ന്നു. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളിപ്പോൾ പൊയ്ക്കോളൂ. അവളുടെ സംസാരം കണ്ട് കിരൺ അവളെ ഒന്ന് നോക്കി. ഇവൾക്ക് ബോഡി ഗാർഡ്സോ? ഇവൾക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ എന്തിനായിരിക്കും? കിരണിൻ്റെ ചിന്ത എന്തെന്ന് ഗൗരിക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഹലോ ഗൗരി, ഇയാൾ വന്നിട്ട് കുറേ നേരമായോ? പെട്ടെന്നാണോ അവർക്കിടയിലേക്ക് അമൻ വന്ന് ചോദിച്ചത്. ആ അമൻ, ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. ഹോ സോറി സിദ്ധാർത്ഥ് സാർ, കാണാതെ വേണം വരാൻ, അതാ. കുഴപ്പമില്ല അമൻ, നീ ഇരിക്ക്. ഇരിക്കാൻ നേരമാണ് അമൻ ഗൗരിക്ക് നേരെ ഇരിക്കുന്ന കിരണിനെ ശ്രദ്ധിച്ചത്. അല്ല ഗൗരി, അത് പിന്നെ. ഗൗരി ഒന്ന് കിരണിനെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇതെൻ്റെ സഹോദരനാണ്. അത് കേട്ടതും കിരണിൻ്റെ ഹൃദയം പതിഞ്ഞു പോകുന്നത് പോലെ തോന്നി അവന്. ഇത്രയും കാലം കിരണേട്ട എന്ന് വിളിച്ചു നടന്ന പെണ്ണാണോ ഒറ്റ നിമിഷം കൊണ്ട് ഒരു സഹോദര പദവിയിലേക്ക് തന്നെ നീക്കിയതെന്ന് കിരണിന് വിശ്വസിക്കാനായില്ല. അല്ലെ കിരൺ? ശേഷം അവളുടെ ആ ചോദ്യം കൂടി ആയപ്പോൾ കിരണിന് വല്ലാതെയായി. ഭൂമി പിളർന്ന് തനിക്ക് താഴെ പോയാൽ മതിയെന്ന അവസ്ഥയിലായിരുന്നു കിരൺ. ഇനിയും അവനെ കൊണ്ട് താങ്ങാനാവില്ലെന്ന് കിരണിന് തന്നെ മനസ്സിലായി. വേഗം ഇവിടെ നിന്ന് പോകാമെന്ന് ഉറപ്പിച്ചു കിരൺ എഴുന്നേൽക്കും മുന്നേ ഗൗരി സംസാരിച്ചു തുടങ്ങി. എന്നാ കിരൺ ചെല്ല, ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൂടി കേട്ടതും കിരൺ വല്ലാതെ അപമാനിതനായി. പെട്ടെന്ന് തന്നെ കിരൺ അവളെ നിന്നും എഴുന്നേറ്റ് പോയി. കിരൺ പോകുന്നത് പതിയെ തലചെരിച്ചു നോക്കിക്കൊണ്ട് ഗൗരി ഒരു ദീർഘശ്വാസം വലിച്ചു വിട്ടു. ഗൗരിയല്ല, താനെന്താ കാണണമെന്ന് പറഞ്ഞത്? അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്ത് കാര്യം? സിദ്ധാർത്ഥനെ കുറിച്ച് എന്ത് കാര്യങ്ങളാണ് ഗൗരിക്ക് അറിയാനുള്ളത്? അനന്യയുമായുള്ള ബന്ധം ഇപ്പോൾ അനന്യ എവിടെയെന്ന്? അല്ല, താനെന്തിനാ ഇതെല്ലാം അറിയുന്നത്? അതു പിന്നെ ഞാനിപ്പോൾ ഫുൾ ഫ്രീ ആണ്. എൻ്റെ അനിയൻ്റെ ജീവൻ രക്ഷിച്ച സിദ്ധാർത്ഥന് വേണ്ടി അവൻ്റെ ജീവനായ അനന്യയെ കണ്ടെത്തി കൊടുത്താൽ അദ്ദേഹം ഒരുപാട് സന്തോഷിക്കില്ലേ? എന്നെ ഇത്രയും സഹായിച്ച സിദ്ധാർത്ഥന് ഇങ്ങനെയെങ്കിലും ഞാൻ സന്തോഷം നൽകണ്ടേ? അവളുടെ സംസാരം കേട്ട് അവൻ അവളെ തന്നെ നോക്കി. അല്ല ഗൗരി, താൻ എന്തൊക്കെയാ പറയുന്നത്? നീ അപ്പോൾ ദേവനെ വിട്ട് കളയാനാണോ പോകുന്നത്? അതിന് അങ്ങേരെന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. പോരാത്തതിന് എപ്പോൾ വേണമെങ്കിലും പിരിയാവുന്ന ബന്ധവും. അപ്പോൾ ഞാനായിട്ട് ഒഴിഞ്ഞു പോകുന്നതാവും നല്ലത്. എന്നേലും അനന്യ വന്നാൽ ഞാൻ ഇറങ്ങി കൊടുക്കുന്നതിന് നല്ലത് ഞാനായിട്ട് അവളെ കണ്ടെത്തി ഒഴിയാവുന്നതല്ലേ? അതിനവൻ അവളോടൊന്നും പറഞ്ഞില്ല. ഇതേ സമയം സിദ്ധാർത്ഥ് കൈമുഷ്ടി ചുരുട്ടി ടേബിളിൽ ആഞ്ഞടിച്ചു. ഓഫീസ് സ്റ്റാഫുകളെല്ലാം അവൻ്റെ ക്യാബിനിലേക്ക് നോക്കി. ഗൗരിയുടെ സംസാരമെല്ലാം സിദ്ധാർത്ഥ് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ കോൾ അവന് കണക്ട് ചെയ്തിരുന്നു. അല്പനേരം മുൻപ് ഓഫീസിൽ നിന്നും ഇറങ്ങാനൊരുങ്ങിയ അവനെ സിദ്ധാർത്ഥ് കണ്ടിരുന്നു. അല്ല അവൻ, നീ എങ്ങോട്ടാ? അത് പിന്നെ വൈഫ് കാണണമെന്ന് പറഞ്ഞു. വൈഫ്? അതിന് നിന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. എൻ്റെ കഴിഞ്ഞില്ല, പക്ഷെ കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ. ആര്? നീ. അവൻ കാര്യം പറഞ്ഞ് എങ്ങോട്ടാ? സിദ്ധു നിന്റെ വൈഫിനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? ഗൗരിയോ? അപ്പം നിന്റെ വൈഫായി തന്നെ നീ അവളെ അംഗീകരിച്ചു. സന്തോഷം. അതിന് സിദ്ധാർത്ഥൊന്നും മിണ്ടിയില്ല. അല്ല, എന്തിനാ അവൾ നിന്നെ കാണണമെന്ന് പറഞ്ഞത്? അത് പിന്നെ എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞു. കൃത്യമായി അറിയില്ല. ശരി, നീ എന്തായാലും അവളെ കാണുമ്പോൾ എന്നെ കോൾ ചെയ്യുക. എന്താ അവൾ പറയുന്നതെന്ന് നോക്കട്ടെ. എടാ, നീ എന്നെയും അവളെയും സംശയിക്കുകയാണോ? മോനെ അവനെ, അവളെ സംശയിച്ചാലും നിന്നെ ഞാൻ സംശയിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പണി ചെയ്. അതും പറഞ്ഞ് സിദ്ധാർത്ഥ അവൻ്റെ ബലിഷ്ഠമായ കൈകൾ അവൻ്റെ തോളിഞ്ഞെക്കി. അല്പനേരം കഴിഞ്ഞ് ഇപ്പോൾ അവൾക്ക് അനന്യെ കണ്ടെത്തണമെന്ന ചിന്തയാണ്.
ഇവളാരാ എൻ്റെ മാമാപ്പണി ചെയ്യുന്ന ആളോ? അല്ലെങ്കിൽ താൻ അനന്യയെ അവളെന്തിനെ കണ്ടെത്താൻ സിദ്ധാർത്ഥ ഇറങ്ങി തിരിച്ചാൽ വെറും 24 മണിക്കൂറിനുള്ള അവളെ ഇത് പാതാളത്തിലാണെങ്കിലും കണ്ടെത്തിയിരിക്കും. ആ സ്ഥാനത്താണ് ഒരു പീറപ്പണി എനിക്ക് വേണ്ടി അനന്യയെ കണ്ടെത്താൻ നടക്കുന്നത്. കോപം കൊണ്ട് സിദ്ധാർത്ഥന്റെ കണ്ണുകൾ ചുവന്നു, കൈമുഷ്ടി ചുരുണ്ടു വന്നു. ഇനി നിനക്കുള്ള പണി ഞാൻ തരും ഗൗരി. സിദ്ധാർത്ഥ കോൾ കട്ട് ചെയ്തുകൊണ്ട് വിരൽ ഞൊടിച്ചു. ശേഷം ഒരു കോൾ ചെയ്തു. ഏതാനും മിനിറ്റുകൾ സംസാരിച്ചു കഴിഞ്ഞ് സിദ്ധാർത്ഥ ഒരു പൂച്ചം നിറഞ്ഞ ചിരിയോടെ കസേരയിലേക്ക് ചാഞ്ഞു കിടന്നു. ഇതേ സമയം അമനും ഗൗരിയും, എൻ്റെ ഗൗരി, താൻ എന്തൊക്കെയാ പറയുന്നത്? അനന്യ തൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ എന്നേക്കുമായി തനിക്ക് സിദ്ധുവിനെ നഷ്ടമാകും. എനിക്കറിയാം അമൻ ചേട്ടാ, എനിക്കെല്ലാം അറിയാം. എന്നാലും എന്നെ ഇത്രയും സഹായിച്ച അങ്ങേർക്ക് ഇതല്ലാതെ എന്ത് ഗിഫ്റ്റാണ് ഞാൻ കൊടുക്കുന്നേ? ഇത് കൊടുത്താൽ സിദ്ധു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമെന്നാണോ? പിന്നെ ചിലപ്പോൾ ആ അനന്യെ കഴുത്തിയരിച്ച് കൊല്ലും. കുഴിയിൽ കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ നിന്നെയും ആ കുഴിയിലിട്ട് മൂടും. ഗൗരി, ഒന്ന് ഞാൻ പറയാം, നീയായിട്ട് ആ പെണ്ണെ കണ്ടെത്താൻ ശ്രമിക്കരുത്. മഞ്ചേട്ടാ, അത് ഒന്നും പറയേണ്ട ഗൗരി, ഇതിൽ നിന്നെ സഹായിക്കാൻ ഞാൻ നിൽക്കില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. പോകും നേരം കയ്യിലെ ഫോണിലേക്ക് അവനൊന്ന് നോക്കി. സിദ്ധു പറഞ്ഞതെല്ലാം കേട്ടോ എന്ന ഭയം അവനുണ്ടായിരുന്നു. കോൾ കുറച്ചു നേരം മുൻപേ കട്ടായതായി കാണിച്ചു. അപ്പോൾ സിദ്ധു കേട്ട് കാണുമോ? ഈ മണ്ടിപ്പെണ്ണ് സ്വന്തം ജീവിതമാണല്ലോ കുഴി കുത്തി മൂടാൻ പോകുന്നത്. അവൻ ചിന്തിച്ചുകൊണ്ട് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അവിടെ നിന്നും പോയി. ഷെടാ, ഇതെന്ത് കൂത്ത്! അവൻ ചേട്ടനല്ലേ പറഞ്ഞത് അരണ്യ അങ്ങേരെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന്? എന്നിട്ട് ഇപ്പോൾ പറയുന്നു അവളെ കണ്ടെത്തിയാൽ അവളെയും എന്നെയും സിദ്ധാർത്ഥ് കൊല്ലുമെന്ന്. എന്താ എൻ്റെ ഭഗവതി ഇത്? അവൾ അല്പനേരം ചുണ്ട് കടിച്ചുകൊണ്ട് ചിന്തിച്ചു. ഗൗരി, നീ തളരരുത്. അപ്പുവിനെ തിരിച്ചു തന്ന സിദ്ധാർത്ഥിന് ഇതെങ്കിലും നീ ചെയ്തു കൊടുക്കണം. അവളുടെ മനസ്സാക്ഷി അവളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ശരിയാ ഗൗരി, നീ എന്തായാലും സിദ്ധാർത്ഥിന് ആ അനന്യ പെണ്ണെ കണ്ടെത്തി കൊടുക്ക്. അവളുടെ മനസ്സ് അവളെ കൊണ്ട് അതിനെ നിർബന്ധിതയാക്കി. ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഗൗരി പല ചിന്തകളിൽ മുഴുകിക്കൊണ്ട് റോഡിലൂടെ നടന്നു. പെട്ടെന്നാണ് ഒരു പോർഷെ കാർ അവൾക്ക് മുന്നിൽ വന്നു നിന്നത്. അകത്തുള്ള കാഴ്ച അവൾക്ക് പുറത്തു നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതാരാ? അവൾ ആ കാറിൽ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പെട്ടെന്നാണ് വരിവരിയായി ആ കാറിന്റെ പിന്നാലെ വേറെയും കാറുകൾ വരുന്നത് ഗൗരി കണ്ടത്. എൻ്റെ ഭഗവതി, എന്നെ തട്ടിക്കൊണ്ട് പോകാനാണോ? അവൾ പറഞ്ഞത് കേട്ട് അവൾക്ക് തന്നെ ചിരി വന്നു. അയ്യേ ഗൗരി, നീ എന്തൊക്കെ ആലോചിച്ചു കൂട്ടുന്നേ? നിന്നെ തട്ടിക്കൊണ്ട് പോകാൻ മാത്രമുള്ള ദാരിദ്ര്യവാസികൾ ഉണ്ടോ ഈ ലോകത്ത്? പെട്ടെന്ന് പിന്നിൽ കാറിൽ നിന്നും ഒരാൾ പോർഷെ കാറിന്റെ ഡോറ് ഗൗരിക്ക് മുന്നിൽ തുറന്നു. വള്ളേ നേരെ ചൂണ്ടിക്കൊണ്ട് അന്താളിച്ചു നിന്നു. മാഡം, നിങ്ങൾക്കുള്ളതാണ്. സിദ്ധാർത്ഥ് സാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, വേഗം കയറൂ. അപ്പോൾ സിദ്ധാർത്ഥ് അയച്ചതാണ്. പിന്നെ അവളൊന്നും നോക്കാതെ വണ്ടിയിൽ കയറി. അവിടെ ലാപ്പിൽ ഓൺലൈൻ മീറ്റിങ്ങിലായിരുന്നു സിദ്ധാർത്ഥ്. ഇങ്ങേര് ഇതിലുണ്ടായിരുന്നോ? എൻ്റെ ഭഗവതി, ഇങ്ങേരുടെ കാൽ കയറുന്ന ഇങ്ങേർക്ക് ഇഷ്ടമല്ലല്ലോ. ഈ ബോഡി ഗാർഡ് എന്ത് പണിയാ ചെയ്തത്? സിദ്ധാർത്ഥ് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും കാർ കൊണ്ടുവരാനാവും. മുൻപ് അവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങേരുടെ അനുവാദമില്ലാതെ കാറിൽ കയറരുതെന്ന്. എൻ്റെ ഈശ്വര, ഇങ്ങേരെന്നെ കണ്ടാൽ തീർന്നു. ഗൗരി കുറേ വട്ടം തിരിയുന്നത് പോലെ കാറിൽ ഭയന്നു. സിദ്ധാർത്ഥ് ലാപ്പിൽ നിന്ന് തലയുയർത്തി അവളെ നോക്കുമ്പോൾ അവൾ ഭയന്ന് ഡോറിനോട് ചാരി വിറയലോട് ഇരിക്കുന്നത് കണ്ടപ്പോൾ അവന് ചിരി വന്നു. സിദ്ധാർത്ഥ് കാണും മുൻപേ ഇറങ്ങണം. അതും പറഞ്ഞുകൊണ്ട് ഗൗരി ഡോറ് തുറക്കാൻ ഒരുങ്ങിയതും കാറ് വേഗത്തിൽ എടുത്തു കഴിഞ്ഞിരുന്നു. അവൾ പുറത്തേക്ക് തെറിച്ചു വീഴാൻ പോയി. സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. പെട്ടെന്ന് തന്നെ കാർ സ്റ്റോപ്പ് ചെയ്ത് ഡ്രൈവർ കാര്യം നോക്കി. സിദ്ധാർത്ഥ് ഡോറടിച്ച് ലോക്കാക്കി. അപ്പോഴും അവൻ്റെ നെഞ്ചോട് ചേർന്ന് ഭയത്തിൽ കിടക്കുകയാണ് ഗൗരി. ഡോറ് തുറന്നതും കാർ സ്റ്റാർട്ട് ചെയ്ത് പോയതും ഒപ്പമായിരുന്നു. ഒരു നിമിഷം തെറ്റിയിരുന്നേൽ ഗൗരി തെറിച്ചു വീണ് ചിലപ്പോൾ മരിച്ചു വരെ പോയേനെ. അവളുടെ ഹൃദയം ഇടിക്കുന്നത് സിദ്ധാർത്ഥിന് നന്നായി അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഭയത്തിൽ അവളുടെ കൈകൾ തണുത്തു വിറച്ചിരുന്നു. സിദ്ധാർത്ഥിന് ശരീരം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഗൗരി അവനിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് അവളോടായി സിദ്ധാർത്ഥ് ഉച്ചത്തിൽ ചോദിച്ചു, നിനക്ക് തീരെ ബുദ്ധിയില്ലേ? ഇപ്പൊ പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയുമോ? പെട്ടെന്ന് തന്നെ ഗൗരി പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. വീഴാൻ പോയ ഭയവും കാറിൽ സിദ്ധാർത്ഥ് പറയാതെ കയറിയ ഭയവും എല്ലാം അവളെ സങ്കടത്തിന്റെ വക്കത്തിൽ എത്തിച്ചിരുന്നു. സിദ്ധുവിന്റെ ചീത്ത കൂടി ആയപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവൾ നന്നായി ഭയന്നുവെന്ന് സിദ്ധുവിന് മനസ്സിലായി. പക്ഷേ എന്തോ അവളെ വഴക്ക് പറയാതിരിക്കാൻ അവനായില്ല എന്നതാണ് സത്യം. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഗൗരി, ഇങ്ങനെ വണ്ടിയിൽ കയറി അനാവശ്യമായി ഡോർ ഓപ്പൺ ചെയ്യല്ലേ. അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ലാപ്പിലേക്ക് തന്നെ നോക്കി. സോറി ഗൈസ്, മീറ്റിംഗ് നമുക്കിന്ന് വൈകിട്ടാക്കാം. എല്ലാവരും സിദ്ധാർത്ഥയെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. കാരണം ഒരു പെൺകുട്ടി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും അവൻ്റെ ദേഷ്യമെല്ലാം അവർക്ക് അത്ഭുതം തന്നെയായിരുന്നു. അനന്യ പോയെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ പെണ്ണ് ഏതാണെന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത. എല്ലാവരുടെയും നോട്ടം കണ്ട സിദ്ധാർത്ഥിന് കാര്യം മനസ്സിലായി. ഇനി മീറ്റിങ്ങിൽ നിന്ന് പോയില്ലെങ്കിൽ ചോദ്യം കൊണ്ട് അവർ ഒരു വലയം തീർക്കുമെന്ന് മനസ്സിലായി. സിദ്ധാർത്ഥ് ലാപ്ടോപ്പ് അടച്ചു വെച്ച് കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് കിടന്നു.
താനിപ്പോൾ എയറിലാണെന്ന് ഓർത്തപ്പോൾ ഗൗരിക്ക് വല്ലാതെയായി. ഓരോ ചിന്തയിലും മുഴുകിയ ഗൗരി വീടെത്തിയതൊന്നും അറിഞ്ഞതുപോലുമില്ല. ബോഡി ഗാർഡ് അവൾക്ക് ഡോർ തുറന്ന് നൽകിയപ്പോഴാണ് സ്വപ്ന ലോകത്തു നിന്നും അവൾ പുറത്തു തന്നെ വന്നത്. കാറ്റുവിട്ട ബലൂണ് പോലെ അവൾ പാറി നടന്നു. അകത്തേക്ക് കയറിയ ഗൗരിക്ക് അവിടെ നിശബ്ദത നിറഞ്ഞൊരു ക്ലാസ് റൂം പോലെ തോന്നി. പൊതുവായ പണിക്കാരുടെ സംസാരമെല്ലാം കേൾക്കുന്നിടം ഇന്ന് നിശബ്ദമാണ്. അവൾ പതിയെ സോഫയിലേക്കിരുന്നു. ചിത്ര ചേച്ചി, എനിക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊണ്ടു തരുമോ? അവൾ താഴ്മയോട് ചോദിച്ചു. എന്നാൽ ആരുടെയും ഒച്ചയും അനക്കവും ഉണ്ടായിരുന്നില്ല. അവൾ എഴുന്നേറ്റ് കിച്ചണിൽ പോയി വരാമെന്ന് വിചാരിച്ചു. എഴുന്നേറ്റത് കുളി കഴിഞ്ഞ് ഫ്രഷായി സിദ്ധാർത്ഥ് താഴേക്ക് വരുന്നത് അവൾ കണ്ടു. നിങ്ങൾ എങ്ങോട്ടാ? അവളുടെ നാവ് അവളെ ചതിച്ചു. അവളെ പോലും അറിയാതെ അവൾ ചോദിച്ചു പോയി. എനിക്കൊരു ഗ്ലാസ് നല്ല വെള്ളം കൊണ്ടുവാ. സിദ്ധാർത്ഥ് അതും പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ചാരിയിരുന്നു. ഇപ്പൊ കൊണ്ടുവരാം, അവൾ വിനയത്തോടെ പറഞ്ഞുകൊണ്ട് അടുക്കള ലക്ഷ്യമാക്കി നടന്നു. അവിടെ മുഴുവൻ അവൾ കണ്ണുകൾ പരതിയെങ്കിലും ഒരു സെർവൻറ്റ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാം ഇത് എവിടെ പോയി? അവൾ ചിന്തിച്ചു നിന്നു. പെട്ടെന്നാണ് അടുക്കള വാതിലിനടുത്തൊരനക്കം അവൾ കേട്ടത്. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും അവളെ തന്നെ രൂക്ഷമായി നോക്കുന്ന സിദ്ധാർത്ഥിനെ അവൾ കണ്ടു. ഒരു വെള്ളമെടുക്കാൻ നിനക്ക് ഇത്രയ്ക്ക് ടൈം എന്തിനാ? അവൻ്റെ ചോദ്യം കേട്ട് അവളുടെ കയ്യിലെ ഗ്ലാസ് നിലത്തേക്ക് വീണു. ചില്ലുകൾ അംഗങ്ങായി ചിതറിത്തെറിച്ചു. ശബ്ദം അസഹനീയമായി തോന്നി. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് മുറുക്കി അടച്ചു. സോറി സിദ്ധാർത്ഥ്, ഞാൻ... അവൾ ഭയത്തോടെ ചില്ലുകൾ പറക്കുവാൻ വേണ്ടി നിലത്തേക്ക് കുഴിഞ്ഞു. എന്തിനെന്നില്ലാത്തൊരു ഭയമായിരുന്നു അവൾക്കുള്ളിൽ. സിദ്ധാർത്ഥ് അവളെ തന്നെ രൂക്ഷമായി നോക്കുന്നത് കണ്ട് അവളുടെ കൈകൾ വിറയ്ക്കാതിരിക്കാനായില്ല. അവൾ ഭയത്തിൽ കണ്ണുകൾ അവന് നേരെ ഉയർത്തിക്കൊണ്ട് നിലത്തെ ചില്ലുകൾ വിറയ്ക്കുന്ന കൈയിലേക്ക് എടുത്തു വെച്ചു. പെട്ടെന്നാണ് അവളിൽ നിന്നും ഒരു നിലവരി ഉയർന്നത്. ആ ചില്ലിൽ നിന്നും ഒന്ന് അവളുടെ കയ്യിൽ കൊണ്ട് മുറിഞ്ഞിരിക്കുന്നു. തിരിഞ്ഞു പോകാൻ ഒരുങ്ങിയ സിദ്ധാർത്ഥ അവൾക്ക് നേരെ വെക്കത്തിൽ നടന്നു. നിനക്ക് എന്തെങ്കിലും ഒരു പണി മര്യാദയ്ക്ക് ചെയ്യാൻ അറിയുമോ? എന്തിൽ തൊട്ടാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകും. അവസാനം എഴുന്നേൽക്കിങ്ങോട്ട്. സിദ്ധാർത്ഥ് അവളെ വലിച്ചുയർത്തി മെഡിസിൻ എടുക്കാൻ നടന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.